നമ്മുടെ ചെങ്കിസ് ഖാനെ കൊണ്ട് ഇസ്ലാം മതം സ്വീകരിപ്പിച്ച് ലോകപ്രശസ്തനായി തീർന്ന ഒരുപാട് സംഖ്യ നിരീശ്വരവാദികളുടെ കാണപ്പെട്ട ജീവിച്ചിരിക്കുന്ന ദൈവമായ രവിചന്ദ്രൻ സാറിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് അല്ല എപ്പിഡോസ്, അതിനേക്കാളും നല്ലത് അപ്പിസോഡ് എന്ന് പറയുന്നതാണ്. കാരണം പുള്ളി സാധാരണ ഇടുന്ന സംഗതിയുടെ ഒരു ക്വാളിറ്റി നോക്കുമ്പോൾ അപ്പിസോഡ് എന്ന് പറയുന്നതായിരിക്കും ഉചിതമാവുക. ഏതായാലും അദ്ദേഹത്തിൻ്റെ അപ്പിസോഡ് ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഈ ഫലസ്തീൻ എന്ന് പറയുന്നതിൻ്റെ വന്നതിൻ്റെ കഥയും ഫലസ്തീൻ കണ്ടുപിടിച്ച കാര്യവും ഒക്കെയാണ് പറയുന്നത്. കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക എന്ന് പറയുന്നത് പോലെ രവിചന്ദ്രൻ പുതിയ ഒരു പാലസ്തീൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നു കേൾക്കാം. ഫലസ്തീൻ എന്ന് പറയുന്ന വാക്ക് തന്നെ എന്താണ്? പാലസ്തീൻ ആണല്ലോ, പാലസ്റ്റൈൻ. ഫാ വരുന്നത് എന്താണ്? എനിക്കൊന്ന് അറബിയില് പാ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 1967 ഈ പാലസ്തീൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടാകുന്നത്. അവിടെയുള്ള അറബികളാണ്, അറബികൾ ഫ്രം ജോർഡാൻ, സിറിയ, ഈജിപ്റ്റ്, ലബനനിലൊക്കെയുള്ള അറബികൾ അവിടെ ഉണ്ടായിരുന്നു. ആ സ്ഥലത്തിന് ഗ്രീക്കുകാരും റോമക്കാരും ഒക്കെ കൊടുത്ത പേരാണ് പാലസ്തീൻ എന്നുള്ളത്. അത് പാലസ്തീൻ അത് വിളിക്കാൻ അറബികൾക്ക് നോക്കുമ്പോൾ ഫലസ്തീൻ ആയി. അത് വിളിച്ചോണ്ടാണ് ഇവിടെ ഒരു ഫാഷൻ പരേഡ് പലരും ഫലസ്തീൻ. ഇത് വിളിച്ചത് റോമക്കാരാണ്. അത് സ്ഥലമാണ്, അവിടെ ഒരു റീജിയൻ ആണ്, ലൈക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നൊക്കെ പറഞ്ഞു. അല്ലാതെ പാലസ്തീൻ രാജ്യത്തിലേക്ക് ഇസ്രയേലിയർ കയറിയുന്നത്. അങ്ങനെ പുറകോട്ട് പോവുകയാണെങ്കിൽ യഥാർത്ഥ അധിനിവേശം നടത്തിയിരിക്കുന്നത് അറബ് കൊളോണിയലിസം ആണ് നടത്താൻ ശ്രമിക്കുന്നത്. നിങ്ങൾ പറയുന്ന കൊളോണിയൽ പ്രോജക്റ്റ് ആണ് ഇസ്രയേൽ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ എത്രയോ ഇതാണ് അറബ് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ അവിടെ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള അറബുകളാണ് ഇപ്പൊ ഇസ്രയേൽ ഉണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗം. പുള്ളി വളരെ ലോകപ്രശസ്തനാണ്. പുള്ളി ഒരുപാട് സംഗതികൾക്ക് വേണ്ടി ആശ്രയിക്കുന്നത് ഈ ഗൂഗിൾ, വിക്കിപീഡിയ തുടങ്ങിയ ലോക ചരിത്രത്തെയാണ്. വിക്കിപീഡിയയും ഗൂഗിളും ഒക്കെ എന്തെങ്കിലും സംഗതികൾ സംഭവിച്ചാൽ അത് തിരുത്തും. പക്ഷേ രവിചന്ദ്രൻ തിരുത്താറില്ല. കാരണം തിരുത്താനായി ജനിച്ചവനല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പിസോഡിന് വേണ്ടി ജനിച്ച ഒരാളാണ്. അദ്ദേഹം പറയുന്നത് 1967 പലസ്തീൻ ജനിച്ചത്. അങ്ങനെ പലസ്തീനിൽ പാ ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ ഫാ വന്നത്. അനന്തവൃത്താന്തം എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ ഇന്നസെൻ്റ് ഒരു പാ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ പടം രവിചന്ദ്രൻ സാറോ അദ്ദേഹത്തിൻ്റെ അനുയായികളോ കണ്ട് പുള്ളിയെ അറിയിക്കേണ്ടതാണ്. കാരണം പാ അവിടെ കിട്ടും. എന്തായാലും ഈ ചെങ്കിസ് ഖാൻ മുസ്ലിം അല്ലെന്ന് അറിഞ്ഞിട്ടും ആ ഖാൻ കേട്ട് മുസ്ലിമാണെന്ന് കരുതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പിഡോസുകൾ ഒരുപാട് അടിച്ച്, അങ്ങനെ പലതരം അപ്പിഡോസുകൾ പുള്ളി അടിച്ചിട്ടുണ്ട്. എന്നാൽ അതിനൊന്നും മരുന്ന് കഴിക്കാനോ ഇത് നിയന്ത്രണമില്ലാതെ ഇങ്ങനെ പോകുന്നതിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ തനിക്കിങ്ങനെ ഒരു രോഗം കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പറയാനോ രവിചന്ദ്രൻ തയ്യാറായിട്ടില്ല. നമ്മുടെ ഇത്തരം വിഷയങ്ങളിൽ വളരെ ഗൗരവമായി പ്രതികരിക്കാറുള്ള ഒരാളാണ് സജി മാർക്കോസ്. അദ്ദേഹം വളരെ വിനയപൂർവ്വം രവിചന്ദ്രനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഈ 1967 ഫലസ്തീൻ ഉണ്ടായതെങ്കിൽ 1937 നാണയം എങ്ങനെ ഉണ്ടായി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ നാടൻ ഭാഷയിൽ ചോദിച്ചാൽ ഈ തന്തയ്ക്ക് മുമ്പേ പിറക്കുമോ മക്കൾ എന്നതാണ് മാർക്കോസ് ചോദിച്ചിരിക്കുന്നത്. കാരണം ആ ഫലസ്തീൻ നാണയത്തിൻ്റെ ചിത്രവും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് പറയുന്നത് ബ്രിട്ടീഷ് കോളനിയായിരുന്ന 1023 ഫലസ്തീൻ പാസ്പോർട്ടാണ് രണ്ടാമത്തെ ചിത്രം. അന്ന് ബ്രിട്ടീഷ് കോളനി ആയിരുന്നു 1923. അന്നും ഉണ്ടായിരുന്നു ഫലസ്തീൻ്റെ പാസ്പോർട്ട്. അതിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ 2 അറബ് യഹൂദൻ്റെ പാസ്പോർട്ടിലെ ഫ്രഞ്ച് വിസയാണ്. പിന്നെ അതുപോലെ തന്നെ ഫലസ്തീനികളുടെ ആവശ്യം എന്താണെന്ന് പുള്ളി ചോദിക്കുന്നുണ്ട്. 1948 ഇസ്രയേൽ രാജ്യം ഫലസ്തീൻ നാട്ടിലുണ്ടാക്കിയപ്പോൾ പുറത്താക്കിയ ഫലസ്തീനികൾക്ക് അവരുടെ നാട്ടിലേക്കും വീട്ടിലേക്കും പോകണം. അതാണ് ആവശ്യം. ഫലസ്തീന് സ്വന്തം രാജ്യം വേണമെങ്കിൽ അവർ ഉണ്ടാക്കിക്കൊള്ളും, ഇല്ലെങ്കിൽ അവർ അവിടെ കിടന്ന് രക്തസാക്ഷിയായിക്കൊള്ളും, ആരും ചോദിക്കാൻ വരത്തില്ല. ഇതാണ് ഇപ്പോഴത്തെ ലോകക്രമം. പക്ഷേ അഭയാർത്ഥികൾക്ക് തിരികെ പോകണം. അതാണ് ഈ പറഞ്ഞതുപോലെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് വിചാരിച്ച് രവിചന്ദ്രൻ ഇത് തിരുത്തത്തൊന്നുമില്ല. കാരണം രവിചന്ദ്രൻ ഇതിനു വേണ്ടി മാത്രം സവിശേഷമായി പണ്ട് രവിചന്ദ്രൻ്റെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ പോൺ വീഡിയോസ് കാണുന്നത് പാകിസ്ഥാൻ, സൗദി അറേബ്യ, പിന്നെ അതുപോലെയുള്ള 3-4 അറബ് രാജ്യങ്ങളാണ് എന്ന് പറഞ്ഞ് രവിചന്ദ്രൻ അപ്പി അടിച്ചായിരുന്നു. അത് കുട്ടികളെ എക്സ്പോസ് ചെയ്തു. അപ്പോൾ രവിചന്ദ്രൻ പറഞ്ഞ മറുപടി, ഞാൻ ലോകത്തിലെ ഈ പോൺ വീഡിയോസ് കാണുന്ന രാജ്യം എന്നതിനോടൊപ്പം അറബെന്നുകൂടി അടിച്ചു.
അപ്പോഴാണിത് വന്നത്. അല്ലാതെ പുള്ളിക്ക് വേറൊന്നുമല്ല അറിയേണ്ടത്. എന്ന് പറഞ്ഞതുപോലെ രവിചന്ദ്രൻ്റെ മാനസികാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു മനോരോഗ നിമിത്തമായി പുള്ളി ചില കാര്യങ്ങൾ തേടും, എന്നിട്ട് കിട്ടുന്നത് വെച്ച് കാശും. അതുകൊണ്ടാണ് ഈ ഫലസ്തീൻ നാണയം ഉണ്ടായപ്പോഴും ഫലസ്തീൻ ഉണ്ടായില്ല എന്ന് ബഹുമാന്യനായ അദ്ദേഹം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ദയവായി അദ്ദേഹത്തിനെ ആൾ ദൈവങ്ങളായി കാണുന്ന എല്ലാ ഊളകളും ഇനിയും അദ്ദേഹത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകണം. കാരണം ഇതിനേക്കാൾ നല്ലൊരു ഊളയെ നിങ്ങൾക്ക് ലഭിക്കാനില്ല. അതുകൊണ്ട് മാത്രം.